ആ ഇടിമുട്ടി സാറാമ്മ വരുന്നുണ്ട്. ഈ നാട് വിറപ്പിക്കും ഞാൻ ഇടിമുട്ടി സാറാമ്മ. വളയിട്ട കൈകളിൽ തവിയല്ല ലാത്തിയാണേ. കിടുകിട വിറപ്പിക്കും ഗുണ്ടകളെ. ഗുണ്ടയായാലും ഗുണ്ടിയായാലും എന്റെ ഇടിയുടെ പവറിന് മുന്നിൽ ചുണ്ണികളാ. ആ വണ്ടിക്കള്ളൻ സുരേഷ് 3ന്റെ അന്നാ മുള്ളിയത്, അല്ല പിന്നെ. കോട്ടയത്തുള്ളൊരു സ്വർണ്ണക്കള്ളി തൊണ്ടി തന്നില്ല. അടിനാഭി പ്രയോഗത്തിൽ മുലപ്പാല് ഛർദിച്ചു തൊണ്ടിയും കിട്ടി, അല്ല പിന്നെ. ഇടിമുട്ടി സാറാമയോടാ കളി. ഈ സാറാമയുള്ളൊരു സ്റ്റേഷൻ പരിധിയിൽ അടിയും മേടിയും പൂരപ്പാട്ടും ഒന്നുമേ കാണാനൊക്കുകേല. ജനമൈത്രി പോലീസ് സ്റ്റേഷൻ നമ്പർ 1. ഒരു ദിനം രാത്രിയായി ഡ്യൂട്ടി കഴിയവേ PC കൊണ്ടുവന്ന കേസൊരെണ്ണം. ലഹരി കേസിൽ സ്കൂൾ കുട്ടി ഒരുവൻ. ചോദ്യം ചെയ്തു ഞാൻ ഉറവിടം കണ്ടെത്താൻ. നിറകണ്ണുമായി പയ്യന്റെ അമ്മ താണ് കേണവർ ചൊല്ലി എന്നോട്. കേസാകിടല്ലേ പൊന്നെ മാനേ. നിങ്ങളും ഒരമ്മയല്ലേ? ഞാനും ഒരമ്മ തന്നെ. ലഹരി തകർത്ത മകനുള്ളൊരമ്മ. ഈ കാക്കിക്കുള്ളിൽ ഒരു മാതൃഹൃദയമുണ്ട്. ലഹരി തകർത്തോരൻ പൊന്നുമോ. 12ാം തരം പഠിച്ചൊര നാളിൽ ആരോ നൽകിയ ലഹരിതൻ കെണിയിൽ കള്ളും കഞ്ചാവും സിന്തറ്റിക് ഡ്രഗ്സും സുലഭമായി കൈകളിൽ എത്തിയിടുന്നു. ലഹരിതൻ ഉറവിടം കണ്ടെത്തുവാൻ കുറച്ചുനാൾ മുറിയിൽ പൂട്ടിയിട്ടവനെ ഞാൻ ലഹരി കിട്ടാതെ നാഥനേക്കോ സ്വയമേ കുത്തി മുറിപ്പെടുത്തു. തലമുടി കത്തിച്ച് പുകയെടുക്കും. ഒരു വിധം അവനെ പിടിച്ചുകെട്ടി പുനരധിവാസ കേന്ദ്രത്തിലാക്കി. പകല് ജോലിയും രാത്രിയിൽ കൂട്ടിരിപ്പും. ലഹരി കിട്ടാതെ അലറുന്ന മകനെ കുഞ്ഞുപോൽ മടിയിൽ കിടത്തിയുറക്കും. രാരിരാരോ രാരിരോ രാരിരാരോ രാരിരോ. നാട് നന്നാക്കിടാൻ ഓടി നടന്ന് വീട് നന്നാക്കിടാൻ മറന്നുപോയി. കുത്തുവാക്കുകൾ എണ്ണിപ്പറന്ന് ഭർത്താവും എന്നെ വിട്ടകന്നു. സമനില തെറ്റുന്ന കാലങ്ങൾ വന്നിടുന്നു. കടിച്ചു പിടിച്ചു ഞാൻ മുൻപോട്ടു പോകുന്നു. മമ്മ വിശക്കുന്നു. ചികിത്സയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി.